Hello dears, exam square ന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എൻ്റെ എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ്. തേർഡ് മൊഡ്യൂളിലെ ടോപ്പിക്കാണ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്നത് കേട്ടോ. ഇലക്ട്രിക്കൽ സയൻസുകാർക്കും ഫിസിക്കൽ സയൻസുകാർക്കും കോമൺ ആയിട്ട് വരുന്ന ടോപ്പിക്കാണ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്നത്. സോ സ്റ്റാർട്ട് ചെയ്താലോ? നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് വഴി ഞങ്ങളെ അറിയിക്കുക. ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ടെലിഗ്രാം ചാനലിൻ്റെ ഡീറ്റെയിൽസ് സ്ക്രീനിൻ്റെ ടോപ്പ് എൻഡിൽ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്കത് നോക്കാവുന്നതാണ്. സോ സ്റ്റാർട്ട് ചെയ്യാം. ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് അറിയണ്ടേ? എന്താണ് ലാപ്ലേസ് ട്രാൻസ്ഫോം? ലാപ്ലേസ് ട്രാൻസ്ഫോം. അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണെന്ന് അറിയുന്നതിന് മുന്നേ നമുക്ക് ട്രാൻസ്ഫോംസ് എന്താണെന്ന് അറിയണം. സോ വാട്ട് ഈസ് എ ട്രാൻസ്ഫോം? ട്രാൻസ്ഫോം എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ടൈം ഡൊമൈനിലൊരു ഫംഗ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. ലെറ്റ് ടി മീൻസ് ടൈം ഡൊമൈനിലൊരു ഫംഗ്ഷനാണ്. ലെറ്റ് ഇറ്റ് ബി എഫ് ഓഫ് ടി. എഫ് ഓഫ് ടി എന്ന് പറയുന്നത് ടൈം ഡൊമൈനിലൊരു ഫംഗ്ഷനാണ്. സേ ഫോർ എക്സാമ്പിൾ എഫ് ഓഫ് ടി ഈക്വൽ ടു ടി സ്ക്വയർ മൈനസ് 1. ഓക്കെ, എഫ് ഓഫ് ടി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ്, ഡിപ്പെൻഡ്സ് അപ്പോൺ ദ വാല്യൂ ഓഫ് ടി അല്ലേ. അപ്പോൾ ഈ ടൈം ഡൊമൈനിലുള്ളൊരു ഫംഗ്ഷനെ നമ്മൾ ഫ്രീക്വൻസി ഡൊമൈനിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ടൈം ഡൊമൈനിലുള്ളതിനെ എന്ത് ഡൊമൈനിലോട്ട് മാറ്റാണ്? ഫ്രീക്വൻസി ഡൊമൈനിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഫ്രീക്വൻസി ഡൊമൈനിലാകുമ്പോഴത്തേക്കും കിട്ടുന്ന കറസ്പോണ്ടിങ് ഫംഗ്ഷൻ ലെറ്റ് ഇറ്റ് ബി എഫ് ഓഫ് സ്മോൾ എഫ് എന്നിരിക്കട്ടെ. ഓക്കെ, അപ്പോൾ ടൈം ഡൊമൈനിലുള്ളൊരു ഫംഗ്ഷനെ ഫ്രീക്വൻസി ഡൊമൈനിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ട്രാൻസ്ഫോംസ് യൂസ് ചെയ്യുന്നത്. എന്തിനാണ് ഫ്രീക്വൻസി ഡൊമൈനിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്? കാൽക്കുലേഷൻസ് കുറച്ചുകൂടെ സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രീക്വൻസി ഡൊമൈൻ ചൂസ് ചെയ്യുന്നത്. ടൈം ഡൊമൈനേക്കാളും ഒരു കോംപ്ലക്സിറ്റി കുറവാണ് ഫ്രീക്വൻസി ഡൊമൈനിൽ നമ്മൾ കാൽക്കുലേഷൻസ് ചെയ്യുമ്പോഴത്തേക്ക്. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ട്രാൻസ്ഫോംസ് യൂസ് ചെയ്യുന്നത്. ട്രാൻസ്ഫോംസ് തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രാൻസ്ഫോംസ് ഉണ്ട്. സെഡ് ട്രാൻസ്ഫോം ഉണ്ട്, അതുപോലെ തന്നെ ഫുറിയർ ട്രാൻസ്ഫോം ഉണ്ട്, നമുക്കിപ്പോൾ പഠിക്കാനുള്ള ലാപ്ലേസ് ട്രാൻസ്ഫോംസ് ഉണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രാൻസ്ഫോംസുകൾ അവൈലബിൾ ആണ്. നമ്മുടെ സിലബസ് ടോപ്പിക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം ആയതുകൊണ്ട് നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണെന്ന് മാത്രം പഠിച്ചാൽ മതിയാകും. സോ എന്താണ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് നമുക്ക് പഠിക്കാം. ലെറ്റ് എഫ് ഓഫ് ടി എന്ന് പറയുന്നത് ടൈം ഡൊമൈനിൽ ഉള്ളൊരു ഫംഗ്ഷനാണെന്ന് വിചാരിക്കുക. എഫ് ഓഫ് ടി ബി എ ഫംഗ്ഷൻ ഓഫ് ടി. ടി മീൻസ് ടൈം defined for all values of t. അതായത് ടി മീൻസ് ടൈം ആണ്. ആ ടൈമിന് ഏത് വാല്യൂസ് കൊടുത്താലും നമുക്ക് എഫ് ഓഫ് ടി എന്ത് ചെയ്യാൻ പറ്റണം? ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റണം. ദെൻ അങ്ങനെയാണെങ്കിൽ the Laplace transform ഓഫ് എന്തിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം? എഫ് ഓഫ് ടി എന്ന് പറയുന്നത് നമ്മുടെ ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഈസ് ഡിനോട്ടഡ് ബൈ, ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത് നൊട്ടേഷൻ പഠിച്ചു വെക്കണേ. എൽ വെച്ചിട്ട് നൊട്ടേറ്റ് ചെയ്യുന്നത് എൽ ഓഫ് എന്ത്? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എന്തിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം? എഫ് ഓഫ് ടീൻ്റെത്. ഓക്കെ, ഈസ് ഡിഫൈൻഡ് ബൈ, ഇത് നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഡിഫൈൻഡ് ബൈ എൽ ഓഫ് മീൻസ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എന്തിൻ്റെ? എഫ് ഓഫ് ടി എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി നമ്മുടെ ഫംഗ്ഷൻ എന്താണോ ആ ഫംഗ്ഷൻ എഫ് ഓഫ് ടി ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എസ് ടി ഇൻറ്റു ഡി ടി. ഇതാണ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എ ഗിവൺ ഫംഗ്ഷൻ എഫ് ഓഫ് ടി എന്ന് പറയുന്നത്. പ്രൊവൈഡഡ് ദാറ്റ് എന്താ? that the integral exists, provided that the integral നമ്മൾ എടുക്കുന്ന ഇൻ്റഗ്രൽ എന്താകണം? എക്സിസ്റ്റ് ചെയ്യുകയും വേണം. ആൻഡ് വാട്ട് എസ് എന്ന് പറയുന്നത് ഇസ് എ പാരാമീറ്റർ ആണ് വിച്ച് മേ ബി റിയൽ ഓർ കോംപ്ലക്സ്. എസ് ഈസ് എ പാരാമീറ്റർ which may be real or complex. Okay,
മനസ്സിലായോ? അപ്പോൾ എന്താണ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്നതിൻ്റെ ഡെഫിനിഷൻ നമ്മൾ പഠിച്ചത്. L of f of t is equal to ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് f of t equal to ഈ ഒരു ഫോമുല പഠിച്ചു വെക്കുക. ഇൻ്റഗ്രൽ 0 to infinity f of t into e raised to minus st ആണ് കേട്ടോ. e raised to minus st into dt ആണ് എന്ത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ദ ഗിവൺ ഫംഗ്ഷൻ f of t എന്നത്. ഓക്കെ, മനസ്സിലായി? ഇനി നമുക്ക് ട്രാൻസ്ഫോം ഓഫ് സം എലമെൻ്ററി ഫങ്ഷൻസ് പഠിക്കാം. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ട്രാൻസ്ഫോം, അതായത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സം എലമെൻ്ററി ഫങ്ഷൻസ്. ഓക്കെ, കുറച്ച് എലമെൻ്ററി ഫങ്ഷൻസ് തരുന്നു, അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം മാൻഡേറ്ററി ആണ്, പഠിച്ചു വെക്കുക. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ നമ്മൾ പഠിക്കാൻ പോകുന്നത് നോക്കിക്കേ. ഫസ്റ്റ് വൺ, വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1 എന്ന് പറയുന്ന ആ ഒരു ഇൻറ്റിജർ, അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണെന്നുള്ളതാണ് കേട്ടോ. ഇവിടെ നമുക്ക് എന്താ തന്നേക്കുന്ന ഗിവൺ എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു 1 ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്തായിരിക്കും? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1 എന്ന് പറയുന്നത് 1/s ആണ്, സച്ച് ദാറ്റ് s ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1 എന്താണ്? 1/s ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൂഫ് കൂടെ നിങ്ങൾ പഠിച്ചു വെക്കുക. കുറച്ച് എലമെൻ്ററി ഫങ്ഷൻസിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു എന്നുള്ളത് കൂടെ പഠിച്ചു വെക്കുക കേട്ടോ. നമുക്കിൻ്റെ പ്രൂഫ് നോക്കാം. പ്രൂഫ് കൂടെ പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. പ്രൂഫ് നമുക്ക് എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1 ആണല്ലേ. സോ വി നോ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ഈക്വൽ ടു എന്താണ് കുട്ടികളെ? ഇൻ്റഗ്രൽ 0 to infinity നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എഫ് ഓഫ് ടി ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എസ് ടി ഡി ടി ആണ്, നമുക്കറിയാം അല്ലേ. നമുക്കിവിടെ എന്താ തന്നേക്കുന്നത്? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1. സോ എഫ് ഓഫ് ടിൻ്റെ പ്ലേസിൽ എന്ത് കൊടുക്കുക? 1 കൊടുക്കുക. സോ ഇൻ്റഗ്രൽ 0 to infinity എഫ് ഓഫ് ടിൻ്റെ പ്ലേസിൽ 1 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എസ് ടി ഇൻറ്റു ഡി ടി, ഇങ്ങനെ കിട്ടിയല്ലേ. 1 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എസ് ടി എന്ന് പറയുന്നത് എന്താ? ഇ റൈസ് ടു മൈനസ് എസ് ടി തന്നെയാണ്. ഇത് നമുക്കറിയാം. ഇൻ്റഗ്രൽ ഇ റൈസ് ടു 80 എന്ന് പറയുന്നത് എന്താണ്? ഇ റൈസ് ടു 80 ഡിവൈഡഡ് ബൈ എ ആണല്ലോ. അതുപോലെ ഇൻ്റഗ്രൽ ഇ റൈസ് ടു മൈനസ് എസ് ടി ഡി ടി എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? ഇ റൈസ് ടു മൈനസ് എസ് ടി ഡിവൈഡഡ് ബൈ ടീൻ്റെ കോഎഫിഷ്യൻ്റ് ആയിട്ടുള്ള മൈനസ് എസ് ആണല്ലോ. ദെൻ നമുക്ക് ലിമിറ്റ്സ് കൊടുക്കാം 0 to ഏത് വരെ? ഇൻഫിനിറ്റി വരെ. ഓക്കെ, ദെൻ ഇറ്റ് ഈസ് ഈക്വൽ ടു എന്താ? ടിക്ക് ആദ്യം ഇൻഫിനിറ്റി കൊടുക്കുക. ഇ റൈസ് ടു അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ ടിക്ക് ആദ്യം ഇൻഫിനിറ്റി കൊടുത്തേ. അപ്പോൾ ഇ റൈസ് ടു എസ് ഇൻറ്റു ഇൻഫിനിറ്റി മൈനസ് ഇ റൈസ് ടു ടിക്ക് 0 കൊടുത്തേ. ടിക്ക് 0 കൊടുക്കുമ്പോൾ ഇ റൈസ് ടു മൈനസ് എസ് ഇൻറ്റു 0, ദാറ്റ് ഈസ് ഇ റൈസ് ടു 0 ഹോൾ ഡിവൈഡഡ് ബൈ മൈനസ് എസ് ആണല്ലോ. ഇനി ഇ റൈസ് ടു മൈനസ് എസ് ഇൻറ്റു ഇൻഫിനിറ്റി മീൻസ് ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി. ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റിൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0 മൈനസ് ഇ റൈസ് ടു 0 ഡിവൈഡഡ് ബൈ മൈനസ് എസ് ആണല്ലോ. വാട്ട് ഈസ് ഇ റൈസ് ടു 0? ഇ റൈസ് ടു 0ൻ്റെ വാല്യൂ 1 ആണ്. ഡിവൈഡഡ് ബൈ ഇവിടെ മൈനസ് ഡിവൈഡഡ് ബൈ മൈനസ് ചെയ്യുമ്പോൾ പോസിറ്റീവാണ് വരുന്നത്. 1/s എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആൻസർ കിട്ടുക. നമുക്ക് എന്ത് കിട്ടി? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1 എന്ന് പറയുന്നത് എന്ത് കിട്ടി? 1/s എന്ന് കിട്ടി. മനസ്സിലായോ? ക്ലിയർ ആയല്ലോ? എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് മനസ്സിലായല്ലോ നിങ്ങൾക്ക്? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് എലമെൻ്ററി ഫംഗ്ഷൻ ആണ് ഇ റൈസ് ടു 80. സോ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റൈസ് ടു 80 എന്നുള്ളത്. അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റൈസ് ടു 80 എന്ന് പറയുന്നത് 1 ഇവിടെ ഇ റൈസ് ടു എ ഇൻറ്റു ടി ആണെങ്കിൽ 1/s മൈനസ് എ ആയിരിക്കും, സച്ച് ദാറ്റ് എസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ എ. അതാണ് കണ്ടീഷൻ. എസ് എന്ന് പറയുന്നത് എന്തിനേക്കാളും വലുതായിരിക്കണം? എനേക്കാളും വലുതായിരിക്കണം. സോ പ്രൂഫ് എങ്ങനെ നമുക്ക് ഇത് വന്നെന്നുള്ളത് പഠിക്കണ്ടേ? സോ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? വി നോ ദ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ് കുട്ടികളെ? ഇൻ്റഗ്രൽ 0 to infinity ഇ റൈസ് ടു ഇവിടെ നമ്മുടെ ഫംഗ്ഷൻ റൈസ് ടു 80 എഫ് ഓഫ് ടി ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എസ് ടി ഇൻറ്റു ഡി ടി ആണല്ലോ. നമുക്കിവിടെ എന്താ വേണ്ടത്? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റൈസ് ടു 80 വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to infinity എഫ് ഓഫ് ടിക്ക് പകരം ഇ റൈസ് ടു 80 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എസ് ടി ഇൻറ്റു ഡി ടി. നോക്കിക്കേ, ഇ റൈസ് ടു എ ഇൻറ്റു ഇ റൈസ് ടു ബി നമുക്ക് എങ്ങനെ എഴുതാം? ഇ റൈസ് ടു എ പ്ലസ് ബി എന്ന് എഴുതിക്കൂടെ? എഴുതാമല്ലോ. അതുപോലെ ഇവിടെ ഇ റൈസ് ടു 80 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എസ് ടി ആണ്. അപ്പോൾ നമുക്ക് അതിനെ ഒന്ന് ആഡ് ചെയ്ത് എഴുതാം. ഇറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to infinity ഇ റൈസ് ടു 80 ഇവിടെ മൈനസ് എസ് ടി ആയതുകൊണ്ട് 80 മൈനസ് എസ് ടി ഇൻറ്റു ഡി ടി ആണല്ലോ.
ഓക്കെ, കറക്റ്റ് അല്ലേ? ഇനി മിസ്സിന് തിരിച്ചൊന്ന് എഴുതാൻ പോവുകയാണ്. ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? ടി രണ്ടിടത്തും കോമൺ ആണ്, ആ ടീനെ അങ്ങ് പുറത്തെടുക്കാം. ഇവിടെ നിന്നൊരു മൈനസ് കൂടെ പുറത്തെടുക്കുവാണ്. അപ്പോൾ ഈ റൈസ് ടു മൈനസ് പുറത്തെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? മൈനസ് ഓഫ് എസ് മൈനസ് എ ഇൻറ്റു ടി ഇൻറ്റു ഡി ടി എന്ന് എഴുതാം ഇതിനെ, അല്ലേ? അതായത് രണ്ട് ടേമിലും എക്സ്പോണൻറ്റിൻ്റെ രണ്ട് ടേമിലും എന്തുണ്ട്? ടി ഉണ്ട്. ആ ടീനെ ഞാൻ പുറത്തെടുത്തു. എന്നിട്ട് ഒരു മൈനസ് കൂടെ പുറത്തെടുക്കും. മൈനസ് പുറത്തെടുക്കുമ്പോൾ ഇവിടെ ഒരു മൈനസ് പുറത്തെടുക്കുമ്പോൾ ഈ മൈനസ് എസ് എന്ന് പറയുന്നത് ഇവിടെ എസ് ആകും, ഇവിടെ പ്ലസ് എ എന്ന് പറയുന്നത് മൈനസ് എ ആകും. അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ ഈ മൈനസ് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഈ സെയിം റിസൾട്ട് തന്നെ കിട്ടും. ഓക്കെ, സോ വിച്ച് ഈസ് ഈക്വൽ ടു, അപ്പോൾ എന്ത് കിട്ടി? ഇവിടെ ഇപ്പോൾ നോക്കിക്കേ, ഇ റൈസ് ടു മൈനസ് എസ് മൈനസ് എ ഇൻറ്റു ടി ഇൻറ്റു ഡി ടി ആണ്. നമുക്കറിയാം ഇൻ്റഗ്രൽ ഓഫ് ഇ റൈസ് ടു എ ടി ഡി ടി എന്ന് പറയുന്നത് എന്താണ്? ഇ റൈസ് ടു എ ടി ഡിവൈഡഡ് ബൈ എ ആണല്ലോ. അതുപോലെ ഇവിടെ നമുക്ക് ഇൻ്റഗ്രൽ ഓഫ് ഇ റൈസ് ടു മൈനസ് ഓഫ് എസ് മൈനസ് എ ടി ഡി ടി എന്ന് പറയുമ്പോൾ അതിൻ്റെ വാല്യൂ ഇ റൈസ് ടു മൈനസ് എസ് മൈനസ് എ ഇൻറ്റു ടി ഹോൾ ഡിവൈഡഡ് ബൈ എന്താ? ടീൻ്റെ കോയിഫിഷ്യൻ എന്താ? മൈനസ് എസ് മൈനസ് എ ആണല്ലോ. മൈനസ് ഓഫ് എസ് മൈനസ് എ. ദെൻ നമുക്ക് ലിമിറ്റ് കൊടുക്കാം 0 to ഇൻഫിനിറ്റി ആണല്ലോ. ഫസ്റ്റ് നമുക്ക് അപ്പർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? ഇ റൈസ് ടു മൈനസ് എസ് മൈനസ് എ ഇൻറ്റു ഇൻഫിനിറ്റി മൈനസ് ഇ റൈസ് ടു മൈനസ് എസ് മൈനസ് എ ഇൻറ്റു ടി ചെയ്യുമ്പോൾ ടിക്ക് 0 കൊടുക്കുമ്പോഴത്തേക്കും ഇ റൈസ് ടു 0 ആകും, ഡിവൈഡഡ് ബൈ മൈനസ് ഓഫ് എസ് മൈനസ് എ ആണല്ലോ. ഇവിടെ എന്ത് കിട്ടും? ഇ റൈസ് ടു മൈനസ് എസ് മൈനസ് എ ഇൻറ്റു ഇൻഫിനിറ്റി ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റിയാണ് വരുന്നത്, മൈനസ് ഇൻഫിനിറ്റി. സോ വാട്ട് ഈസ് ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി? ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് 0 ആണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 0 മൈനസ് ഇ റൈസ് ടു 0 എന്താ? 1 ഡിവൈഡഡ് ബൈ മൈനസ് എസ് മൈനസ് എ ആണല്ലോ. ഈ മൈനസും നമുക്ക് കട്ട് ചെയ്യാം. ബാക്കി നമുക്ക് എന്താ കിട്ടുക? 1 ഡിവൈഡഡ് ബൈ എസ് മൈനസ് എ. ഓക്കെ, അതായത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റൈസ് ടു എ ടി ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? 1 ബൈ എസ് മൈനസ് എ എന്ന് പറഞ്ഞിട്ട് കിട്ടി. മനസ്സിലായോ? സോ വാട്ട് ഈസ് ദ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റൈസ് ടു എ ടി? 1 by എസ് മൈനസ് എ. ക്ലിയർ? മനസ്സിലായോ? ഇതുപോലെ നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റൈസ് ടു മൈനസ് എ ടി ചെയ്ത് നോക്കാം. Okay, now we have to find out Laplace transform of e raised to minus 80 which is equal to e raised to minus 80 വന്നു കഴിഞ്ഞാൽ ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ s plus a ആണ്, s plus a ആണ് വരുന്നത്. ഓക്കെ, e raised to minus 80 ൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് 1 by s plus a ആണ്. കാൽക്കുലേറ്റ് ചെയ്യാം. Laplace transform of e raised to minus 80 which is equal to എന്താണ് definition? Integral 0 to infinity. നമ്മുടെ ഫംഗ്ഷൻ എന്താണോ ഫംഗ്ഷൻ e raised to minus 80 ഇൻറ്റു എന്താണ്? e raised to minus st ഇൻറ്റു ഡി ടി ആണല്ലോ. ക്ലിയർ? ഇനി നമുക്ക് എന്ത് എഴുതാം? ഇവിടെ ഇപ്പോൾ എക്സ്പൊണൻഷ്യൽസ് ആണ് ബേസിൽ വരുന്നത്. നമുക്ക് e raised to a ഇൻറ്റു e raised to b എന്ന് പറയുന്നത് എന്താ? e raised to a plus b. അപ്പോൾ അത് നമുക്ക് ഇവിടെ ചെയ്യുമ്പോൾ നേരത്തെ ചെയ്ത് കൂട്ട് തന്നെ ചെയ്യാം. ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി e raised to 80 ഇൻറ്റു e raised to minus st എന്ന് പറയുമ്പോൾ e raised to minus 80 minus st ഇൻറ്റു ഡി ടി. രണ്ടിൽ നമുക്ക് എന്ത് പുറത്തെടുക്കാം? എക്സ്പൊണൻറ്റ് ടേംസിൽ നിന്ന് നമുക്ക് എന്ത് പുറത്തെടുക്കാം? മൈനസ് പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് ഓഫ്, അതുപോലെ ടി നമുക്ക് പുറത്തെടുക്കാം അല്ലെ? ടി രണ്ടിടത്തും കോമൺ ആണ്, മൈനസ് ഓഫ് എസ് പ്ലസ് എ ഇൻറ്റു ടി ഇൻറ്റു ഡി ടി എന്ന് എഴുതാം. സോ വാട്ട് ഈസ് ഇൻ്റഗ്രൽ ഇ റൈസ് ടു മൈനസ് ഓഫ് എസ് പ്ലസ് എ ഇൻറ്റു ഡി ടി ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഇ റൈസ് ടു മൈനസ് ഓഫ് എസ് പ്ലസ് എ ഇൻറ്റു ടി ഹോൾ ഡിവൈഡഡ് ബൈ എസ് പ്ലസ് എ ആണല്ലോ. എസ് പ്ലസ് ഇവിടെ ഒരു മൈനസ് ഉള്ളതുകൊണ്ട് ആ മൈനസ് കൂടെ വന്നു. ഓക്കെ, ദെൻ നമ്മുടെ ലിമിറ്റ് 0 to ഇൻഫിനിറ്റി വരെ ലിമിറ്റ് അപ്ലൈ ചെയ്താൽ നമുക്ക് റിസൾട്ട് ആവും. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്താൽ മതി.
So which is equal to എന്താ upper limit നിങ്ങൾ substitute ചെയ്തേ e raised to minus of s plus a into t ക്ക് ഇൻഫിനിറ്റി കൊടുക്കുക minus e raised to minus of s plus a into 0 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും e raised to 0 whole divided by minus of s plus a ആണല്ലോ ഈ ടേം എന്താകും അത് 0 e raised to minus infinity that is 0 minus e raised to 0 എന്ന് പറയുന്നത് 1 ആണ് divided by minus of s plus a. So minus and minus cancel. So what is the result? 1 by s plus a. So result നമുക്ക് എന്താ കിട്ടുക 1 by s plus a. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത് Laplace transform of e raised to minus 8a dt എന്ന് പറയുന്നത് എന്ത് കിട്ടി 1 by s plus a എന്ന് പറഞ്ഞിട്ട് കിട്ടി. ഓക്കെ Laplace transform of e raised to minus 8t എന്ന് പറയുന്നത് എന്താണ് 1 by s plus a. മനസ്സിലായോ? ഓക്കെ നെക്സ്റ്റ് എലമെൻ്ററി ഫംഗ്ഷൻ എന്ന് പറയുന്നത് സൈൻ 80 ആണ് കേട്ടോ. സോ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ 80 which is equal to ഇതാണ് റിസൾട്ട് സൈൻ 80 ആകുമ്പോൾ ന്യൂമറേറ്ററിൽ എ ആണ് വരിക എ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ സച്ച് ദാറ്റ് എസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ എസിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. സോ വാട്ട് ഈസ് ദ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ 80? എ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ സച്ച് ദാറ്റ് എസ് ഗ്രേറ്റർ ദാൻ 0. നമുക്കിത് എങ്ങനെ വരുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. സോ വി നോ ദാറ്റ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എന്താ integral 0 to infinity നമ്മുടെ ഫംഗ്ഷൻ ആയിട്ടുള്ള എഫ് ഓഫ് ടി ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എസ് ടി ഇൻറ്റു ഡി ടി ആണല്ലോ. ദെൻ ഹിയർ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ 80 വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഫംഗ്ഷന് പകരം എന്താ വരിക എഫ് ഓഫ് ടിക്ക് പകരം ഇവിടെ നമുക്ക് ഉള്ളത് സൈൻ 80 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എസ് ടി ഇൻറ്റു ഡി ടി. ഓക്കെ ഇങ്ങനെയാണ് വന്നേക്കുന്നത് അല്ലേ. ഇനി നമുക്കറിയാം ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി സൈൻ 80 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എസ് ടി ഡി ടി ഇതെങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്കൊരു സ്റ്റാൻഡേർഡ് റിസൾട്ട് ഉണ്ട് നോക്കിക്കേ. അതായത് ഇതാണ് ഇൻ്റഗ്രൽ ഇ റൈസ് ടു എ എക്സ് ഇൻറ്റു സൈൻ ബി എക്സ് ഡി എക്സ്. ഓക്കെ ഇൻ്റഗ്രൽ ഇ റൈസ് ടു എ എക്സ് സൈൻ ബി എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇ റൈസ് ടു എ എക്സ് ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എ സൈൻ ബി എക്സ് മൈനസ് ബി കോസ് ബി എക്സ് ഇതാണ് നമ്മുടെ റിസൾട്ട്. ഓക്കെ അപ്പോൾ ഇൻ്റഗ്രൽ ഇ റൈസ് ടു എ എക്സ് സൈൻ ബി എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് എന്താണ് ഇ റൈസ് ടു എ എക്സ് ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു എ സൈൻ ബി എക്സ് മൈനസ് ബി കോസ് ബി എക്സ്. ഇതും ഈ ഒരു റിസൾട്ടും നമ്മുടെ ഇവിടുത്തെ ഇതും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ അറിയാം ഇവിടെ ഇ റൈസ് ടു എ എക്സ് അല്ലേ. അപ്പോൾ ഇവിടെ ഇ റൈസ് ടു മൈനസ് എസ് എക്സ് ആണ്. അപ്പോൾ നമുക്കറിയാം നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ എ ഈക്വൽ ടു നമുക്കിവിടെ മൈനസ് എസും ആൻഡ് ഇൻ ദ പ്ലേസ് ഓഫ് ബി വാട്ട് ഈസ് ഹിയർ സൈൻ ബി എക്സ് അല്ലേ. ഇവിടെ സൈൻ ബി എക്സ് ആണ്. ഇവിടെ നമുക്ക് സൈൻ 80 ആണ്. അപ്പോൾ ബീൻ്റെ പ്ലേസിൽ നമുക്ക് ഇവിടെ എന്താ വന്നേക്കുന്നത് എയും ആണ് വന്നേക്കുന്നത്. ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി സൈൻ 80 ഇ റൈസ് ടു മൈനസ് എസ് ടി ഡി ടി നമുക്ക് എങ്ങനെ എഴുതാം വിച്ച് ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു എ എക്സ് ദാറ്റ് ഈസ് ഇ റൈസ് ടു എക്ക് പകരം മൈനസ് എസ് ഇൻറ്റു എക്സിന് പകരം ഇവിടെ ടി divided by a square plus b square. What is a square minus s into square that is s square തന്നാണ് plus b square b യുടെ പ്ലേസിൽ ഇവിടെ a ആണ് square into എന്താ a sin bx. a sin bx means minus s into sin what is b is here a x minus b cos bx. What is b is a into cos bx അല്ലേ. ദാറ്റ് ഈസ് ഇവിടെ ബീൻ്റെ പ്ലേസിൽ എ ആയതുകൊണ്ട് എക്സ് ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ നമുക്ക് എന്ത് വേണം ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ടായി 0 ടു ഇൻഫിനിറ്റി വരെ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും 0 ടു ഇൻഫിനിറ്റി വരെ ലിമിറ്റ് ജസ്റ്റ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് റിസൾട്ട് കിട്ടും. അപ്പോൾ നോക്കാം. ഓക്കെ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അപ്പർ ലിമിറ്റ് നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. വിച്ച് ഇസ് ഈക്വൽ ടു 1 ബൈ എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ കോൺസ്റ്റൻ്റ് ആണ്. അത് മിസ് പുറത്തെടുത്തു.
ഇൻറ്റു നോക്കിക്കേ അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്ത് നോക്കുക. അപ്പർ ലിമിറ്റ് ഇൻഫിനിറ്റി ആണ് അല്ലേ. അപ്പോൾ ഇവിടെ ഇ റൈസ് ടു മൈനസ് എസ് ഇൻറ്റു ഇൻഫിനിറ്റി ഇൻറ്റു ഇവിടെ ഇ റൈസ് ടു മൈനസ് എസ് ഇൻറ്റു ഇൻഫിനിറ്റി ഇൻറ്റു മൈനസ് സൈൻ എ ഇൻറ്റു ഇൻഫിനിറ്റി മൈനസ് എ ഇൻറ്റു കോസ് എ ഇൻറ്റു ഇൻഫിനിറ്റി ഇങ്ങനെ വരുന്നത് മൈനസ് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്ത് വരും ഇ റൈസ് ടു മൈനസ് എസ് ഇൻറ്റു സീറോ ദാറ്റ് ഈസ് ഇ റൈസ് ടു സീറോ ഇൻറ്റു മൈനസ് എസ് ഇൻറ്റു സൈൻ എ ഇൻറ്റു സീറോ മൈനസ് എ ഇൻറ്റു കോസ് എ ഇൻറ്റു സീറോ. ഓക്കെ, ഇങ്ങനെയല്ലേ വരിക. സോ ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നിങ്ങൾ ഇത് എക്സ്പാൻഡ് ചെയ്ത് പറഞ്ഞു തരുന്നത് എന്തിനാന്ന് വെച്ചാൽ ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുട്ടികളുണ്ടാവും, എന്നാൽ ഓരോ സ്റ്റെപ്സും പറഞ്ഞു കൊടുത്ത് അങ്ങനെ ചെയ്യുന്ന കുട്ടികളുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഓരോ സ്റ്റെപ്സും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അറിയാവുന്ന കുട്ടികൾ ഇത് ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് നിങ്ങൾ ആൻസറിലോട്ട് പൊക്കോളൂ. അറിയൂടാത്ത കുട്ടികളിവിടെ ശ്രദ്ധിക്കുക കേട്ടോ. ഇസ് ഈക്വൽ ടു 1/a² plus a square into e raised to minus s into infinity means e raised to minus infinity. നമുക്കറിയാം e raised to minus infinity വാല്യൂ എന്താണ് 0 ആണ്. അപ്പോൾ ഈ വാല്യൂ എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ 0 ഇൻറ്റു ഈ ഒരു ടേം ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും 0 ആയി കിട്ടുക ആണല്ലോ. മൈനസ് വാട്ട് ഈസ് ഇ റൈസ് ടു 0? ഇ റൈസ് ടു 0ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 ഇൻറ്റു മൈനസ് എസ് ഇൻറ്റു സൈൻ എ ഇൻറ്റു 0 ദാറ്റ് ഈസ് സൈൻ 0. സൈൻ 0ൻ്റെ വാല്യൂ എന്താണ് 0 ആണ്. മൈനസ് എ ഇൻറ്റു കോസ് 0. കോസ് എ ഇൻറ്റു 0 ചെയ്യുമ്പോൾ കോസ് 0. കോസ് 0യുടെ വാല്യൂ എന്താണ് 1 ആണ്. അപ്പോൾ എ ഇൻറ്റു കോസ് 0 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ കിട്ടുന്നത് എന്താ വരിക എ ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് വരുന്നത്. നോക്കിക്കേ -1 0 മൈനസ് എ എന്ന് പറയുന്നത് എന്താ മൈനസ് എ. അപ്പോൾ മൈനസ് എ ഇൻറ്റു -1 ചെയ്യുമ്പോൾ എ ആണ് വരുന്നത്. സോ ഫൈനൽ ആൻസർ നമുക്ക് എന്ത് കിട്ടും എ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ 80 എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി എ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് കിട്ടി. ഓക്കെ, മനസ്സിലായോ, ക്ലിയർ ആയോ? അപ്പോൾ അത് നിങ്ങൾ ബൈ ഹാർട്ട് പഠിച്ചു വെക്കുക. പ്ലസ് ജസ്റ്റ് പ്രൂഫ് കൂടെ എങ്ങനെയാണ് വരുന്നതെന്ന് കൂടെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് cos 80 ആണ്. ഓക്കെ, സോ വി ഹാവ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് cos 80 എന്ന് പറയുന്നത് കോസ് ആവുമ്പോൾ നിങ്ങൾ ഓർത്തിരുന്നാൽ മതി കോസ് എൻഡ് ചെയ്യുന്ന എസ്സിലല്ലേ. അപ്പോൾ എസ് ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ് നമ്മുടെ cos 80ൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് സച്ച് ദാറ്റ് എച്ച് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. അപ്പോൾ cos 80 വരുമ്പോൾ കോസ് ഇസ് എന്ന് പറയുന്ന ആ ഒരു സൗണ്ട് നിങ്ങൾ ഓർത്ത് വെക്കുക. എസ് ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ്. സൈൻ 80 വരുമ്പോൾ എ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ് വരുന്നത്. ഓക്കെ, പ്രൂവ് ചെയ്യാം. നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് കേട്ടോ ഇത് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്ക് പ്രൂഫ് നോക്കാം. So we have Laplace transform of cos 80 എങ്ങനെ കണ്ടുപിടിക്കാം? ബൈ ഡെഫിനിഷൻ ഇൻ്റഗ്രൽ 0 to infinity നമ്മുടെ ഫംഗ്ഷൻ ആയിട്ടുള്ള cos 80 ഇട്ട് കൊടുക്കുക ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എസ് ടി ഇൻറ്റു ഡി ടി ആണല്ലോ. ഇനി നമ്മൾ നേരത്തെ ചെയ്തില്ലേ സൈൻ 80 ചെയ്തപ്പോഴത്തേക്കും ഒരു ഇൻ്റഗ്രൽ പോർഷൻ വന്നല്ലേ ഇൻ്റഗ്രൽ 0 to infinity അല്ലെങ്കിൽ ഇ റൈസ് ടു മൈനസ് 80 ഇൻറ്റു കോസ് ബീറ്റിൻ്റെ സൈൻ ബീറ്റിൻ്റെ ഫോമിൽ നമ്മൾ ചെയ്തു. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഒരു സ്റ്റാൻഡേർഡ് റിസൾട്ട് ഉണ്ട്. ഇൻ്റഗ്രൽ ഇ റൈസ് ടു 80 ഇൻറ്റു കോസ് ബി ടി ഇൻറ്റു ഡി ടി എന്ന് പറയുന്നത് ഇ റൈസ് ടു 80 ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു എ കോസ് ബി ടി പ്ലസ് ബി സൈൻ ബി ടി പ്ലസ് ബി സൈൻ ബി ടി. ഓക്കെ, ഇവിടെ നമ്മൾ ഈ ഒരു ഇൻ്റഗ്രൽ ഇതുമായിട്ട് ജസ്റ്റ് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വി ഹാവ് ഇ റൈസ് ടു 80 ഇതല്ലേ ഇവിടെ കിടക്കുന്നത്. ഇവിടെ ഇ റൈസ് ടു മൈനസ് എസ് ടി ആണ്. സോ വി ഹാവ് എയുടെ പ്ലേസിൽ മൈനസ് എസും വരും. അതുപോലെ തന്നെ ഇവിടെ കോസ് ബി ടി ആൻഡ് ഹിയർ കോസ് 80. അപ്പോൾ ബിയുടെ പ്ലേസിൽ എന്തും വരും എയും വരും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെഴുതാം ഇൻ്റഗ്രൽ 0 to infinity cos 80 e raised to minus st dt can be written as e raised to 80 here a equal to minus s e raised to minus st
divided by a square plus b square. What is a? Minus s. And the square എടുക്കുമ്പോൾ a square plus b equal to a. And b equal to a ആണ്. So ഇവിടെ a square plus a square into a cos bt. What is a here? Minus s. Minus cos b equal to a cos at plus b sin bt. Here b equal to a sin 80 ആണല്ലോ. ഇങ്ങനെ കിട്ടും അല്ലേ? Then we have to put the limit 0 to infinity. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്ത് നോക്കാം. നോക്കിക്കേ, ഇവിടെ 1/a² + a² കോൺസ്റ്റന്റ് ആണ്. നേരത്തെ ചെയ്തില്ലേ അതേ പ്രൊസീജിയർ തന്നെയാണ് കേട്ടോ, വ്യത്യാസമൊന്നുമില്ല. 1/a² + a² കോമൺ പുറത്തെടുത്തേ. നമുക്ക് അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. e raised to minus tക്ക് ഇൻഫിനിറ്റി കൊടുത്തേ. tക്ക് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ e raised to minus s into infinity is e raised to minus infinity into എന്ത് കിട്ടും? minus s into cos a into infinity plus a into sin a into infinity ആണല്ലോ. മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായിട്ട് tക്ക് എന്ത് കൊടുക്കണം? 0 കൊടുക്കണം. e raised to minus s into 0, that is e raised to 0. e raised to 0 into minus s into cos a into 0 plus a into sin a into 0 ഇങ്ങനെയല്ലേ വരുന്നത്? which is equal to 1 divided by a square plus a square into what is e raised to minus infinity? e raised to minus infinity ന്റെ വാല്യൂ നമുക്കറിയാം, that is 0. so ആ 0 into ബാക്കി ഏത് ടേം ചെയ്താലും വാല്യൂ വിൽ ബി ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് ഈ ഒരു ടേം ഉണ്ടല്ലോ, ആ ടേം കംപ്ലീറ്റ് 0 ആയി പോകും. മൈനസ് അതുപോലെ ഇട്ടു. e raised to 0 is what? 1 into minus s അതുപോലെ ഇട്ടു. cos a into 0, that is cos 0. cos 0ന്റെ വാല്യൂ എന്താണ്? cos 0ന്റെ വാല്യൂ 1 ആണ്. പ്ലസ് a into sin 0. sin 0ന്റെ വാല്യൂ 0 ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ 0 ഇട്ട് കൊടുക്കാം. ഓക്കെ, സോ മൈനസ് 1 ഇൻറ്റു മൈനസ് എസ്, ദാറ്റ് ഈസ് എസ് ആണല്ലോ. അപ്പോൾ ആ എസ്സിനെ 1/a² + a² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? എസ് ഡിവൈഡഡ് ബൈ a² plus a². അപ്പോൾ cos 80ൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്ക് എന്താണെന്ന് പറഞ്ഞാൽ കിട്ടിയേക്കുന്നത് എസ് ഡിവൈഡഡ് ബൈ a² + a². മനസ്സിലായോ? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാവേ. അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് sin h80 ആണ്. അതായത് ഹൈപ്പർബോളിക് ഫംഗ്ഷൻ ആണ് കേട്ടോ. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് sin h80 which is equal to ഇങ്ങനെയാണ് വരുന്ന റിസൾട്ട് a divided by a² minus a² such that modulus of s should be greater than modulus of a. Okay, അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് sin h80 is equal to എന്താ? a divided by a² minus a² such that modulus of s greater than modulus of a. കാൽക്കുലേറ്റ് ചെയ്യാം നമുക്ക്. സോ നോക്കിക്കേ, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് sin h80 which is equal to, by definition നമുക്ക് എങ്ങനെ എഴുതാം? integral 0 to infinity. നമ്മുടെ ഫംഗ്ഷൻ ഏതാണ്? sin h80 അല്ലേ? sin h80 into e raised to minus st into dt എന്ന് എഴുതാം ആണല്ലോ. ദെൻ ഇതിന് ഡയറക്റ്റ് ഫോർമുല ഇല്ല, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? sin h80 നമുക്ക് ഇങ്ങനെ എഴുതാം. sin h80 can be written as e raised to 80 minus e raised to minus 80 divided by 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, sin h80 is equal to എന്താണ്? e raised to 80 minus e raised to minus 80 by 2. സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ്. അപ്പോൾ sin h80ക്ക് പകരം നമുക്ക് ഇതങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ വിച്ച് is equal to integral 0 to infinity e raised to 80 minus e raised to minus 80 divided by 2 into e raised to minus st into dt. ഓക്കെ, ഇവിടെ ഒരു 1/2 വരുന്നുണ്ടല്ലേ, ഒന്ന് കോമൺ എടുക്കാം. 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to infinity e raised to 80 minus e raised to minus 80 ഇൻറ്റു എന്താണ്? e raised to minus st into dt എന്ന് എഴുതിക്കൂടെ? ഇനി e raised to minus st നമുക്ക് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? which is equal to 1/2 into integral of 0 to infinity e raised to 80
into e raised to minus st minus e raised to minus at into e raised to minus st into dt ആണല്ലോ. ഓക്കെ, ഇനി നോക്കിക്കേ, എക്സ്പൊണൻഷ്യൽ ടേംസ് അല്ലേ ഇവിടെ വന്നേക്കുന്നത്. ഇ റൈസ് ടു 8 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എസ് ടി നമുക്ക് എങ്ങനെ എഴുതാം? ഇ റൈസ് ടു വിച്ച് ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? ഇ റൈസ് ടു 80 പ്ലസ് മൈനസ് എസ് ടി. അപ്പോൾ അവിടെ നിന്ന് മിസ് ഒരു മൈനസ് പുറത്തെടുക്കുവാണേ. മൈനസ് പുറത്തെടുക്കുമ്പോഴത്തേക്കും എങ്ങനെ എഴുതാം? എസ് മൈനസ് എ ഇൻറ്റു ടി എന്ന് എഴുതാം. മൈനസ് ഓഫ് ഇ റൈസ് ടു, ഇവിടെ ഇ റൈസ് ടു മൈനസ് 80 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എസ് ടി എന്ന് പറയുന്നത് ഇ റൈസ് ടു മൈനസ് 80 മൈനസ് എസ് ടി. അവിടെ നിന്നൊരു മൈനസ് പുറത്തെടുക്കുവാണ്. മൈനസ് പുറത്തെടുക്കുമ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടും? എസ് മൈനസ് എ എസ് മൈനസ് എൽ എസ് പ്ലസ് എ ഇൻറ്റു ടി ഇൻറ്റു ഡി ടി ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്തേ. നിങ്ങൾ സിംപ്ലിഫൈ ചെയ്തേ അന്നേരം എന്ത് കിട്ടും? So which is equal to 1/2 into integral 0 to infinity e raised to minus s minus a t എന്ന് പറയുന്നത് എന്താണ്? എക്സ്പൊണൻഷ്യലിൻ്റെ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് എന്താ? ഇൻ്റഗ്രൽ എന്താണ്? ഇ റൈസ് ടു മൈനസ് ഓഫ് എസ് മൈനസ് എ ഇൻറ്റു ടി ഡിവൈഡഡ് ബൈ ടിൻ്റെ കോഎഫിഷ്യൻറ്റ്, ദാറ്റ് ഇസ് മൈനസ് ഓഫ് എസ് മൈനസ് എ മൈനസ് ഇ റൈസ് ടു മൈനസ് ഓഫ് എസ് പ്ലസ് എ ടി ഡി ടിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ഇ റൈസ് ടു മൈനസ് ഓഫ് എസ് പ്ലസ് എ ഇൻറ്റു ടി ഡിവൈഡഡ് ബൈ മൈനസ് ഓഫ് എസ് പ്ലസ് എ ആണല്ലോ. ലിമിറ്റ് കൊടുക്കാം 0 ടു ഇൻഫിനിറ്റി. ഓക്കെ, അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇവിടെ ടിക്ക് ഇൻഫിനിറ്റി വരും, ഇവിടെ ടിക്ക് ഇൻഫിനിറ്റി വരും. ടി ഇൻറ്റു ഒരു മൈനസ് ഉണ്ട് അല്ലേ, അപ്പോൾ മൈനസ് ഇൻഫിനിറ്റി വരും. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് രണ്ട് ടേമും മൈനസ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. ആ ടേം അങ്ങ് 0 ആയിട്ട് പോകും. സോ വിച്ച് ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ഇങ്ങനെ വരുന്നത് ഇ റൈസ് ടു ടിക്ക് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ന്യൂമറേറ്ററിൽ ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി. എന്തുകൊണ്ടാണ്? ഇ റൈസ് ടു മൈനസ് ഓഫ് എസ് മൈനസ് എ ഇൻറ്റു ഇൻഫിനിറ്റി ചെയ്യുമ്പോൾ ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി ഡിവൈഡഡ് ബൈ മൈനസ് ഓഫ് എസ് മൈനസ് എ മൈനസ് ഇ റൈസ് ടു, ഇവിടെ ഇതുപോലെ തന്നെ ഇ റൈസ് ടു മൈനസ് ഓഫ് എസ് പ്ലസ് എ ഇൻറ്റു ടി, ടിക്ക് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ അവിടെയും ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി ഡിവൈഡഡ് ബൈ മൈനസ് ഓഫ് എസ് പ്ലസ് എ മൈനസ് ലോവർ ലിമിറ്റ് അപ്ലൈ. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ടിക്ക് 0 ആകും അല്ലേ, അപ്പോൾ ഇ റൈസ് ടു 0, അപ്പോൾ ഇ റൈസ് ടു 0 ബൈ മൈനസ് ഓഫ് എസ് മൈനസ് എ മൈനസ് ഇവിടെ ടിക്ക് 0 കൊടുക്കുമ്പോഴത്തേക്കും ഇ റൈസ് ടു 0 ഡിവൈഡഡ് ബൈ മൈനസ് ഓഫ് എസ് പ്ലസ് എ ഇങ്ങനെയല്ലേ വരുന്നേ? ആണല്ലോ. ഓക്കെ, ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യാം നമുക്ക്. ഓക്കെ, this is equal to 1/2 into ഈ ടേം എന്താ? 0, കാരണം ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റിൻ്റെ വാല്യൂ 0, ഈ ടേം എന്താ? 0. അപ്പോൾ ഈ രണ്ട് ടേമും 0 മൈനസ് 0 ഈസ് സ്റ്റിൽ 0 മൈനസ് ഓഫ് ഇ റൈസ് ടു 0 എന്താ? ഇ റൈസ് ടു 0ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. ആണല്ലോ. 1 ഡിവൈഡഡ് ബൈ ബ്രാക്കറ്റ് ഇടാതെ 1 ഡിവൈഡ് ബൈ മൈനസ് ഓഫ് എസ് മൈനസ് എ മൈനസ്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? കട്ട് ചെയ്യും. ബാക്കി എന്ത് കിട്ടും? പ്ലസ് ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇ റൈസ് ടു 0ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. 1 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് എ എന്നാകും. ഓക്കെ, മനസ്സിലായോ? ഇവിടെ എങ്ങനെ പ്ലസ് വന്നത് മനസ്സിലായി? ഇവിടെ എന്തുകൊണ്ട് പ്ലസ് വന്നു? കാരണം മൈനസ് ഡിവൈഡഡ് ബൈ മൈനസ് ചെയ്യുമ്പോൾ പ്ലസ് ആണ് വരുന്നത്. ഓക്കെ, ഇനി ഈ മൈനസ് അകത്തോട്ടങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിക്കാം. അന്നേരം നമുക്ക് എന്ത് കിട്ടും? 1/2 ഇൻറ്റു ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ ഈ മൈനസിനകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവും അല്ലേ അത്? അപ്പോൾ 1 ഡിവൈഡഡ് ബൈ എസ് മൈനസ് എ, ഈ മൈനസ് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് ആകും, മൈനസ് 1 ബൈ എസ് പ്ലസ് എ. അപ്പം ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. which is equal to 1/2 into ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് 1 ഇൻറ്റു എസ് പ്ലസ് എ ചെയ്യുമ്പോൾ എസ് പ്ലസ് എ മൈനസ് ഓഫ് 1 ഇൻറ്റു എസ് മൈനസ് എ ചെയ്യുമ്പോൾ മൈനസ് ഓഫ് എസ് മൈനസ് എ ഹോൾ ഡിവൈഡഡ് ബൈ എസ് മൈനസ് എ ഇൻറ്റു എസ് പ്ലസ് എ. എസ് മൈനസ് എ ഇൻറ്റു എസ് പ്ലസ് എ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ഓക്കെ, which is equal to ഇവിടെ എസ് പ്ലസ് ചെയ്യണ്ടേ, ഈ മൈനസ് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? 1/2 ഇൻറ്റു എസ് പ്ലസ് എ മൈനസ് എസ് മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് എ
divided by a square minus a square. Okay, അപ്പോൾ ഈ മൈനസസും ഈ പ്ലസസും പോയി ബാക്കി നമുക്ക് എന്താ കിട്ടുന്നത്? a plus a 2a divided by 2 into a square minus a square. അപ്പോൾ 2 cancel, ബാക്കി നമുക്ക് എന്ത് കിട്ടും? a divided by a square minus a square. കിട്ടിയില്ലേ? അതായത് സൈനസൈറ്റിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്ക് എന്ത് കിട്ടി? a divided by a square minus a square എന്ന് പറഞ്ഞിട്ട് കിട്ടി. മനസ്സിലായോ? ഇതുപോലെ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? കോസ് h80ൻ്റെ കോസ് ഹൈപ്പർബോളിക് 80 അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കേണ്ടത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് കോസ് ഹൈപ്പർബോളിക് 80 ആണ് കേട്ടോ. കോസ് h80 അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് s ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ആണ്. s divided by s square minus a square. Okay, such that mod s should be greater than mod a. Okay, ചെയ്യാം. So by definition, Laplace transform of cos h80 which is equal to integral 0 to infinity. നമ്മുടെ ഫംഗ്ഷൻ ഏതാണ്? cos h80 ആണല്ലോ. cos h80 into e raised to minus st into dt. Okay. Now we have cos h80 can be written as e raised to 80 plus e raised to minus 80 divided by 2. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇൻ്റഗ്രൽ 0 to infinity e raised to 80 plus e raised to minus 80 divided by 2 into e raised to minus st into dt ആണല്ലോ. ഇവിടെ ഒരു 1/2 കോൺസ്റ്റൻ്റ് ഉണ്ട്, അതങ്ങ് പുറത്തെടുക്കാം. 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to infinity e raised to minus 80 e raised to plus 80 plus e raised to minus 80 ഇൻറ്റു e raised to minus st into dt. ഇങ്ങനെയല്ലേ വരുന്നത്? ഇനി ഈ എക്സ്പൊണൻഷ്യൽ ടേം ആയിട്ടുള്ള e raised to minus st അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിക്കേ. അന്നേരം നമുക്ക് എന്ത് കിട്ടും? which is equal to 1/2 into integral 0 to infinity e raised to 80 into e raised to minus st plus e raised to minus 80 into e raised to minus st into dt. Okay, this is equal to 1/2 into integral 0 to infinity e raised to 80. നമുക്ക് ഇവിടെ എന്താ കിട്ടിയ? e raised to 80 into e raised to minus st. നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? e raised to 80 minus st എന്ന് എഴുതാം. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു, ഞാൻ ഈ രണ്ട് ടേമിൽ നിന്ന് ഒരു മൈനസ് പുറത്തെടുക്കുകയാണ്. മൈനസ് പുറത്തെടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എസ് മൈനസ് എ ഇൻറ്റു ടി എന്ന് കിട്ടും. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇവിടെ ഇ റൈസ് ടു മൈനസ് ഓഫ് എസ് മൈനസ് എ ഇൻറ്റു ടി പ്ലസ് അടുത്ത ടേം എന്ന് പറയുന്നത് എന്താ? ഇ റൈസ് ടു മൈനസ് 80 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എസ് ടി. അപ്പോൾ ഈ രണ്ട് ടേമിൽ ഒരു മൈനസ് ഉണ്ട്, ഒരു മൈനസ് കൊണ്ട് ഒരു ടീം കോമൺ ആയിട്ട് നമുക്ക് എടുക്കാം. അന്നേരം നമുക്ക് എന്ത് കിട്ടും? ഇ റൈസ് ടു മൈനസ് ഓഫ് e raised to ഇങ്ങനെ എഴുതാം, e raised to minus 80 minus st. ഓക്കെ, ഇവിടെ നിന്ന് ഒരു മൈനസ് ടി പുറത്തെടുക്കുമ്പോൾ e raised to minus of a plus s into t എന്ന് എഴുതാം. സോ നമുക്ക് എങ്ങനെ എഴുതാം ഇതിനെ? e raised to minus of s plus a into t dt. ഓക്കെ, ഇനി എന്ത് ചെയ്താൽ മതി? ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. സോ വിച്ച് ഈസ് ഈക്വൽ ടു 1/2 into ഫസ്റ്റ് ടേം ഇൻ്റഗ്രൽ 0 to infinity e raised to minus of s minus a t ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? e raised to minus of s minus a into t divided by t into coefficient അല്ലേ? minus of s minus a. ഓക്കെ, പ്ലസ് അടുത്ത ടേമിൻ്റെ ഇൻ്റഗ്രേഷൻ എടുക്കുമ്പോഴത്തേക്കും e raised to minus of s plus a divided plus a into t divided by minus of s plus a. then ലിമിറ്റ് കൊടുക്കുക 0 മുതൽ ഇൻഫിനിറ്റി വരെ. ഓക്കെ, 0 to infinity. സോ വിച്ച് ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു അപ്പർ ലിമിറ്റ് കൊടുത്ത് നിങ്ങൾ ഈ അപ്പർ ലിമിറ്റ് ഇൻഫിനിറ്റി ആണ്. ഇവിടെ ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ഇ റൈസ് ടു മൈനസ് ഓഫ് എസ് മൈനസ് എ ഇൻറ്റു ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റിയാണ് വരുന്നത്. ഓക്കെ, മൈനസ് ടി, അപ്പോൾ മൈനസ് ഇൻഫിനിറ്റി, അപ്പോൾ ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി ഡിവൈഡഡ് ബൈ മൈനസ് ഓഫ് എസ് മൈനസ് എ പ്ലസ് ഇവിടെ അതുപോലെ തന്നെയാണ്. ഇവിടെ നമ്മൾ ടിക്ക് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ഇ റൈസ് ടു മൈനസ് ഓഫ് എസ് പ്ലസ് എ ഇൻറ്റു ഇൻഫിനിറ്റി, ദാറ്റ് ഈസ് ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി ഡിവൈഡഡ് ബൈ മൈനസ് ഓഫ് എസ് പ്ലസ് എ.
അപ്പോൾ അപ്പർ ലിമിറ്റ് കൊടുത്തേ മൈനസ് നമുക്കിനി ലോവർ ലിമിറ്റ് കൊടുക്കാം. ലോവർ ലിമിറ്റ് ടിക്ക് 0 കൊടുക്കുമ്പോൾ ഇവിടെ e റൈസ് ടു മൈനസ് ഓഫ് എസ് മൈനസ് എ ഇൻറ്റു 0 കൊടുക്കുമ്പോൾ e റൈസ് ടു 0. e റൈസ് ടു 0ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ e റൈസ് ടു 0 ഡിവൈഡഡ് ബൈ മൈനസ് ഓഫ് എസ് മൈനസ് എ മൈനസ് അല്ല പ്ലസ് അഗെയിൻ ഇവിടെ ടിക്ക് 0 കൊടുക്കുമ്പോൾ അവിടെ വീണ്ടും e റൈസ് ടു 0 ഡിവൈഡഡ് ബൈ മൈനസ് ഓഫ് എസ് പ്ലസ് എ എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഇത്രയും കിട്ടും. ഓക്കെ, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. സോ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു e റൈസ് ടു ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി 0, e റൈസ് ടു ഇവിടെ മൈനസ് ഇൻഫിനിറ്റി 0. അപ്പോൾ ആ ടേം കംപ്ലീറ്റ് 0 ആയി. 0 മൈനസ് e റൈസ് ടു 0ൻ്റെ വാല്യൂ എന്താണ്? 1 ആണ്. 1 ഡിവൈഡഡ് ബൈ മൈനസ് ഓഫ് എസ് മൈനസ് എ plus e raised to 0 again 1 divided by minus of s plus a. Okay, now what we get? 1/2 into നോക്കിക്കേ, മൈനസ് ഇൻറ്റു മൈനസ്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, മൈനസ്, ഈ മൈനസ് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അന്നേരം നമുക്ക് എന്ത് കിട്ടും? 1/s മൈനസ് എ ആണല്ലോ. ഈ മൈനസും കൂടെ പോകുമ്പോഴത്തേക്കും ഈ മൈനസും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അഗെയിൻ പ്ലസ് ആ വരുന്നത് 1/s പ്ലസ് എ. ഓക്കെ, ഇനി ഇത് സിംപ്ലിഫൈ ചെയ്താൽ മതി. ഇറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ക്രോസ് ചെയ്ത് നിങ്ങൾ 1 ഇൻറ്റു എസ് പ്ലസ് എ ചെയ്യുമ്പോൾ എസ് പ്ലസ് എ, അടുത്ത് 1 ഇൻറ്റു എസ് മൈനസ് എ ചെയ്യുമ്പോഴത്തേക്കും എസ് മൈനസ് എ ഡിവൈഡഡ് ബൈ എസ് മൈനസ് എ ഇൻറ്റു എസ് പ്ലസ് എ. എസ് മൈനസ് എ ഇൻറ്റു എസ് പ്ലസ് എ ചെയ്യുമ്പോൾ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ, അതായത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോമിലാണ് ഇത് കിടക്കുന്നത്, എസ് മൈനസ് എ ഇൻറ്റു എസ് പ്ലസ് എ. സോ ഇവിടെ മൈനസ് എ പ്ലസ് എ ക്യാൻസൽ ചെയ്യാം. ബാക്കി നമുക്ക് എന്ത് കിട്ടും? 1/2 ഇൻറ്റു 2s ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. 2 ക്യാൻസൽ, ബാക്കി എന്താ കിട്ടുക? എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. കിട്ടിയില്ലേ? അതായത് cos h80ൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്ക് എന്താ കിട്ടിയത്? എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ഓക്കെ, മനസ്സിലായി? ഇനി അടുത്തത് ലാസ്റ്റ് എലിമെൻ്ററി ഫംഗ്ഷനാണ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി റൈസ് ടു എൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി റൈസ് ടു എൻ എന്ന് പറയുന്നത് എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എസ് റൈസ് ടു എൻ പ്ലസ് 1 സച്ച് ദാറ്റ് എൻ ഗ്രേറ്റർ ദാൻ 0. എൻ പോസിറ്റീവ് ആയിരിക്കണം കേട്ടോ. സോ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി റൈസ് ടു എൻ ഈക്വൽ ടു എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എസ് റൈസ് ടു എൻ പ്ലസ് 1 സച്ച് ദാറ്റ് എൻ ഗ്രേറ്റർ ദാൻ 0. അത് കാൽക്കുലേറ്റ് ചെയ്യാം. We have Laplace transform of t raised to n equal to, by definition we can write integral 0 to infinity. നമ്മുടെ ഫംഗ്ഷൻ എന്താ? t raised to n into e raised to minus st into dt എന്ന് എഴുതാം. ആണല്ലോ. നോക്കിക്കേ, ഇവിടെ നമ്മൾ ഡയറക്റ്റ് നമുക്ക് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട്, അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുവാണ് കേട്ടോ. ഇവിടെ ഒരു മൈനസ് എസ് ടി, ഇവിടെ ഒരു എന്നും കിടപ്പുണ്ട്. അപ്പോൾ ലെറ്റ് എസ് ടി എസ് ഇൻറ്റു ടി ഈക്വൽ ടു ഞാൻ എക്സ് എന്ന് കൊടുക്കുകയാണ്. ഈ എസ് ഇൻറ്റു ടി ഇല്ലേ, അതിനെന്ത് കൊടുക്കുകയാണ്? എക്സ് എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ എക്സ് എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ എസ് ടിക്ക് എക്സ് എന്ന് കൊടുക്കുമ്പോൾ ലിമിറ്റും അതിനനുസരിച്ച് മാറും കേട്ടോ. എസ് ടി ഈക്വൽ ടു എക്സ് ആണെന്നുണ്ടെങ്കിൽ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തേ, രണ്ട് സൈഡിൽ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എസ് ഇൻറ്റു dt which is equal to dx. Okay, s into dt equal to dx. അപ്പോൾ അവിടുന്ന് dt can be written as dx divided by s എന്ന് എഴുതാം. dt നമുക്ക് എങ്ങനെ എഴുതാം? dx by s എന്ന് എഴുതാം. ഓക്കെ, പാരാമെട്രിക് ഫോം എന്നാണ് പറയുന്നത് കേട്ടോ ഇതിനെ. അതായത് മൈനസ് എസ് ടീനെ ഞാൻ എക്സ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ബാക്കി എല്ലാ ടേംസിനെയും, അതായത് ടീൻ്റെ ടേംസിനെ എല്ലാത്തിനെയും നമ്മൾ ഇതിലോട്ട് കൊണ്ടുവരുവാണ്, എക്സിലോട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ ഡി ടീനെ നമുക്ക് ഡി എസ് ബൈ എക്സ് എന്ന് മാറ്റിയിട്ടുണ്ട്. ഇവിടെ ലിമിറ്റ് ടി ടെൻസ് ടു 0 ടു ഇൻഫിനിറ്റി ആണ്. അപ്പോൾ ടീൻ്റെ വാല്യൂ ആണ് 0 ടു ഇൻഫിനിറ്റി മാറുന്നത്. അപ്പോൾ ടീൻ്റെ വാല്യൂ 0 ആകുമ്പോൾ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് എക്സിൻ്റെ വാല്യൂ അങ്ങോട്ട് മാറും എന്നുള്ളത് കണ്ടുപിടിക്കണം കേട്ടോ. സോ കാൽക്കുലേറ്റ് ചെയ്യാം. So we have when t tends to 0, ടിക്ക് ഇവിടെ 0 എടുത്തേ, നമുക്കിവിടെ ഇപ്പോൾ എന്താ കിട്ടിയത്? ടി ഈക്വൽ ടെൻസ് ടു 0 എടുക്കുമ്പോഴത്തേക്കും എസ് ഇൻറ്റു 0 ഈക്വൽ ടു എക്സ് അല്ലേ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ത് കിട്ടി? 0. ദാറ്റ് മീൻസ് വെൻ ടി ടെൻസ് ടു 0 എക്സ് ടെൻസ് ടു 0 ആണല്ലോ. അതുപോലെ വെൻ ടി ടെൻസ് ടു ഇൻഫിനിറ്റി, ടി ടെൻസ് ടു
ഇവിടെ അപ്പർ ലിമിറ്റ് ഏതാണ്? ഇൻഫിനിറ്റി. അപ്പോൾ t ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ x ടെൻസ് ടു എന്താണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. വി ഹാവ് s ഇൻറ്റു ടി ഈക്വൽ ടു ആണ് എക്സ് അല്ലേ. ടീൻ്റെ വാല്യൂ ഇൻഫിനിറ്റി ആകുമ്പോൾ s ഇൻറ്റു ഇൻഫിനിറ്റി ഈക്വൽ ടു എക്സ്, ദാറ്റ് ഈസ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി അല്ലേ. s ഇൻറ്റു ഇൻഫിനിറ്റി ഈസ് അഗെയിൻ ഇൻഫിനിറ്റി ആണ്. സോ t ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ എക്സ് ഓൾസോ ടെൻസ് ടു ഇൻഫിനിറ്റി. അപ്പോൾ നമുക്ക് ഈ ഒരു ഇൻ്റഗ്രൽ നമുക്ക് എങ്ങനെ എഴുതാം? ഇൻ്റഗ്രൽ നമുക്ക് റീറൈറ്റ് ചെയ്ത് എഴുതാം കേട്ടോ. ദാറ്റ് ഈസ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി റൈസ് ടു എൻ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ലോവർ ലിമിറ്റ് ഇവിടെ എക്സ് ടി 0 ആകുന്ന സമയത്ത് എക്സും ഇവിടെ എന്താവുന്നുണ്ട്? 0 ആകുന്നുണ്ട്. ടി ഇൻഫിനിറ്റി ആകുന്ന സമയത്തും എക്സും എന്താകുന്നുണ്ട്? ഇൻഫിനിറ്റി. സോ അത് ലിമിറ്റ് മാറുന്നില്ല, 0 ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് എസ് ടി അല്ലേ. അപ്പോൾ ഇ റൈസ് ടു മൈനസ് എസ് ടി. ഓക്കെ, ഇവിടെ നമ്മൾ എങ്ങനെ എഴുതിയത്? ഇ റൈസ് ടു മൈനസ് എസ് ടി എന്ന് പറഞ്ഞിട്ട് എഴുതിയത്. അപ്പം വാട്ട് ഈസ് എസ് ടി? എസ് ടി ഈസ് എക്സ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം ഇതിനെ? ഇ റൈസ് ടു മൈനസ് എസ് ടിക്ക് പകരം എക്സ് കൊടുക്കുക. എക്സ് ഇൻറ്റു വാട്ട് ഈസ് ടി? ടി നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടുന്ന് ടി ക്യാൻ ബി റിട്ടൺ ആസ് എക്സ് ബൈ എസ്. അപ്പോൾ ടി റൈസ് ടു എൻ എന്ന് പറയുന്നത് നമുക്ക് എക്സ് ബൈ എസ് ദ ഹോൾ റൈസ് ടു എൻ എന്ന് എഴുതാം. ഇതിക്കൂടെ അപ്പോൾ ടി റൈസ് ടു എന്നിന് പകരം നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് ബൈ എസ് ദ ഹോൾ റൈസ് ടു എൻ. ഓക്കെ, എക്സ് ബൈ എസ് ദ ഹോൾ റൈസ് ടു. ദെൻ വാട്ട് ഈസ് ഡി ടി? ഡി ടി എന്ന് പറയുന്നത് ഡി എസ് ബൈ എക്സ്, ഡി എക്സ് ബൈ എസ് ഇങ്ങനെ എഴുതാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഇൻ്റഗ്രലിനെ നമ്മൾ ഈ ഒരു ഫോമിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, നൗ ഇവിടെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എസ് കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ അതങ്ങ് പുറത്തെടുക്കാം. ഇസ് ഈക്വൽ ടു ഇവിടെ ഒരു 1/s ഉണ്ട്, ഇവിടെ നമുക്ക് എക്സ് ബൈ എസ് ഉണ്ട് അല്ലേ. എക്സ് ബൈ എസ് ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് എക്സ് ഇൻറ്റു എക്സ് ബൈ എസ് ദ ഹോൾ റൈസ് ടു എൻ ക്യാൻ ബി റിട്ടൺ ആസ് എക്സ് റൈസ് ടു എൻ ഡിവൈഡ് ബൈ എസ് റൈസ് ടു എൻ എന്ന് എഴുതാം അല്ലേ. എഴുതാമല്ലോ. അപ്പോൾ ഈ എസ് റൈസ് ടു എൻ കോൺസ്റ്റൻ്റ് ആണ്, നമുക്കത് പുറത്തെടുക്കാം. 1/s റൈസ് ടു എൻ ആണ്. അപ്പോൾ 1/s ഇൻറ്റു എസ് റൈസ് ടു എൻ ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് എക്സ് ഇൻറ്റു എക്സ് റൈസ് ടു എൻ ഇൻറ്റു ഡി എക്സ്. ഈ ഒരു ഫോമിലോട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, ഇനി 1 is equal to 1/s ഇൻറ്റു എസ് റൈസ് ടു എൻ നമുക്ക് എങ്ങനെ എഴുതാം? 1/s റൈസ് ടു എൻ പ്ലസ് 1 എന്ന് എഴുതിക്കൂടെ? ഇതിപ്പോൾ ഈ ഫോമുല അല്ലേ, എ റൈസ് ടു ബി ഇൻറ്റു എ റൈസ് ടു സി ഈക്വൽ ടു എ റൈസ് ടു ബി പ്ലസ് സി. ഇതിൻ്റെ ബേസ് സെയിം ആണെങ്കിൽ എക്സ്പോണൻസ് വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. അപ്പോൾ എസ് എന്ന് പറയുമ്പോൾ എസ് റൈസ് ടു 1 ഇൻറ്റു എസ് റൈസ് ടു എൻ നമുക്ക് എങ്ങനെ എഴുതാം? എസ് റൈസ് ടു എൻ പ്ലസ് 1 എന്ന് എഴുതാം. ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് എക്സ് ഇൻറ്റു നമുക്ക് എന്താ കിട്ടിയത്? എക്സ് റൈസ് ടു എൻ ഇൻറ്റു ഡി എക്സ്. ഓക്കെ, നിങ്ങൾ വെച്ചോ, മനസ്സിൽ വെച്ചോളൂ. ഇനി നോക്കിക്കേ. ഓക്കെ, നമ്മുടെ മാത്തമാറ്റിക്സിൽ ഗാമ ഫംഗ്ഷൻ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട് കേട്ടോ. ഗാമ ഫംഗ്ഷൻ ഇങ്ങനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഗാമ ഫംഗ്ഷൻ ഓഫ് എൻ ക്യാൻ ബി റിട്ടൺ ആസ് ഇങ്ങനെ എഴുതാം. ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് എക്സ് ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് 1 ആണ് ആക്ച്വലി എന്ത്? ഗാമ ഫംഗ്ഷൻ ഓഫ് എൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഗാമ ഫംഗ്ഷൻ ഓഫ് എൻ എന്ന് പറയുന്നത് എന്താണ്? ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് എക്സ് ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് 1 ഇൻറ്റു ഡി എക്സ് ആണ്. ഇവിടെ നമുക്ക് എന്താ കിടക്കുന്നത്? ഇ റൈസ് ടു മൈനസ് എക്സ് ഇൻറ്റു എക്സ് റൈസ് ടു എൻ ആണ്. ഇവിടെ എൻ വരുമ്പോൾ എന്താ ഇവിടെ വരുന്നത്? എൻ മൈനസ് 1 ആണ് വന്നേക്കുന്നത് അല്ലേ. അതായത് എക്സ് റൈസ് ടു എൻ മൈനസ് 1 വരുമ്പോഴത്തേക്കും നമുക്ക് ഗാമ ഫംഗ്ഷൻ ഓഫ് എൻ എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ എക്സ് റൈസ് ടു എൻ ഇൻ്റഗ്രൽ 0 ടു മൈനസ് ഇ റൈസ് ടു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് എക്സ് ഇൻറ്റു എക്സ് റൈസ് ടു എന്നിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഹൗ ക്യാൻ വി റൈറ്റ്? നമുക്കിതിനെ എങ്ങനെ എഴുതാം? 1/s റൈസ് ടു എൻ പ്ലസ് 1 ഇൻറ്റു ഗാമ ഫംഗ്ഷൻ ഓഫ് എൻ പ്ലസ് 1 എന്ന് നമുക്ക് ഇത്രയും ടേമിന് നമുക്ക് എങ്ങനെ എഴുതാം? ഗാമ ഫംഗ്ഷൻ ഓഫ് എൻ പ്ലസ് 1 എന്ന് എഴുതാം. മനസ്സിലായോ? ഗാമ ഫംഗ്ഷൻ ഓഫ് എൻ വന്നപ്പോൾ കുട്ടികളെ ഇവിടെ എക്സ് റൈസ് ടു എൻ മൈനസ് 1 ആണ് വന്നത്. അപ്പോൾ ഇവിടെ എൻ വരുമ്പോൾ ഇവിടെ എക്സ് റൈസ് ടു എൻ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് എക്സ് റൈസ് ടു എൻ എന്ന് പറയുന്നത് ഗാമ ഫംഗ്ഷൻ ഓഫ് എന്താണ്? എൻ പ്ലസ് 1 ആണ്. ഓക്കെ, മനസ്സിലായോ?
അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? നമുക്ക് റിസൾട്ട് വന്നിട്ട് 1/s⁻n+1 ഇൻറ്റു ഗാമ ഫംഗ്ഷൻ ഓഫ് n+1 എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് എന്ത് കിട്ടിയത്? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് t⁻n ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടിയത്? ഗാമ ഫംഗ്ഷൻ ഓഫ് n+1 ഡിവൈഡഡ് ബൈ s⁻n+1 എന്ന് പറഞ്ഞിട്ടാണ് കിട്ടിയത്. ഓക്കെ, കഴിഞ്ഞിട്ടില്ല. നോക്കിക്കേ, ഇഫ് n ഈസ് എ നോൺ നെഗറ്റീവ് ഇൻറ്റിജർ, ഇഫ് നമ്മുടെ n എന്ന് പറയുന്നത് ഈസ് എ നോൺ നെഗറ്റീവ് ഇൻറ്റിജർ, അതായത് പോസിറ്റീവ് ഇൻറ്റിജർ ആകുമ്പോൾ, നോൺ നെഗറ്റീവ് ഇൻറ്റിജർ ആകുമ്പോൾ ബൈ ഡെഫിനിഷൻ വി ക്യാൻ റൈറ്റ് ഗാമ ഫംഗ്ഷൻ ഓഫ് n+1 എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ ആണ്. എന്താണ് ഗാമ ഫംഗ്ഷൻ ഓഫ് n+1 എന്ന് പറയുന്നത്? എന്താണ്? n ഫാക്ടോറിയൽ ആണ്. സോ വി ക്യാൻ റൈറ്റ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് t⁻n ക്യാൻ ബി റിട്ടൺ ആസ്, ഈ ഗാമ ഫംഗ്ഷൻ ഓഫ് n+1 ന് നമുക്ക് എന്ത് കൊടുക്കാം? n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ s⁻n+1 എന്ന് കൊടുക്കാം. കിട്ടിയില്ലേ? അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് t⁻n ഈക്വൽ ടു എന്താ? n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ s⁻n+1. Then put n equal to 0. 0 കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്താ കിട്ടുക? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് t⁻0, ദാറ്റ് ഈസ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1. 1 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? n 0 കൊടുക്കുമ്പോൾ 0 ഫാക്ടോറിയൽ. 0 ഫാക്ടോറിയൽ is nothing but 1. 1 divided by s⁻0 plus 1, that is s⁻1, that is 1/s. ഓക്കെ, അതുപോലെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് t നോക്കിക്കേ, ഫോർ n ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് t⁻1 വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? വിച്ച് ഇസ് ഈക്വൽ ടു എന്തായി? ബൈ ഡെഫിനിഷൻ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ n ന് 1 കൊടുക്കുമ്പോൾ 1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ s⁻1 plus 1, റൈറ്റ്? 1 ഫാക്ടോറിയൽ ഈസ് 1. 1 ഡിവൈഡഡ് ബൈ s⁻1 plus 1 ഈസ് 2, s², 1/s². മനസ്സിലായോ? അപ്പോൾ t⁻n ലാപ്ലേസ് ട്രാൻസ്ഫോം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ s⁻n+1. അതിൻ്റെ ഒരു ഡെറിവേഷനും കുറച്ചൊരു ഡിഫറൻറ്റ് വേയിലൂടെയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഒരു ഗാമ ഫംഗ്ഷൻ വെച്ച് ഡിഫൈൻ ചെയ്തിട്ടാണ് പോകുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് പഠിച്ചു വെച്ചോ. അതായത് t⁻n ലാപ്ലേസ് ട്രാൻസ്ഫോം കാൽക്കുലേറ്റ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് ഡെറിവേഷൻ നമ്മൾ പഠിച്ചു വെച്ചോ കേട്ടോ. ഓക്കെ, നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സം എലമെൻ്ററി ഫങ്ഷൻസ് ആണ് പഠിച്ചത്. അപ്പോൾ അതിനൊന്ന് സമ്മറൈസ് ചെയ്യാം. സോ വി ഹാവ് f of t ആൻഡ് ഇറ്റ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് f of t. ഓക്കെ, വാട്ട് ഇസ് ദ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1? 1ൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം 1/s ആണ്. t-ൻ്റെത് എന്താണ്? t-ൻ്റെത് 1. t-ൻ്റെത് എന്താണ്? 1/s². t²ൻ്റെ എന്താണ് കുട്ടികളെ? t²ൻ്റെത് 2 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ s³. ഓക്കെ, t⁻n നമുക്ക് എന്ത് കിട്ടി? n ഫാക്ടോറിയൽ, ദാറ്റ് ഇസ് എ ജനറൽ വാല്യൂ, n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ s⁻n+1 ആണല്ലോ. e⁻at ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താ കിട്ടിയ? 1/s. e⁻at വരുമ്പോൾ 1/s-a. ഓക്കെ, e⁻8ൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം, e⁻8ൻ്റെ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1/s+a. ഓക്കെ, cos ωt ലാപ്ലേസ് ട്രാൻസ്ഫോം എടുത്തപ്പോൾ s ഡിവൈഡഡ് ബൈ s² പ്ലസ് ω². ഇവിടെ t-ൻ്റെ കോഎഫിഷ്യൻ എന്താണോ അതാണ് ω കേട്ടോ. അപ്പോൾ cos 80 വരുവാണെങ്കിൽ s ഡിവൈഡ് ബൈ s² പ്ലസ് a². കോസ് ωt വരികയാണെങ്കിൽ t-ൻ്റെ കോഎഫിഷ്യൻ്റ് ആയിട്ടുള്ള s ഡിവൈഡഡ് ബൈ s² പ്ലസ് ω² ഇങ്ങനെ വരിക. ഓക്കെ, അപ്പോൾ സൈൻ ωt ഈസ് ഈക്വൽ ടു ω ഡിവൈഡഡ് ബൈ s² പ്ലസ് ω². ഓക്കെ, ദെൻ പിന്നെന്താ നമ്മൾ പഠിച്ചത്? നിങ്ങൾ പഠിക്കേണ്ടത് ഹൈപ്പർബോളിക് ഫംഗ്ഷൻ അല്ലേ. അതായത് സൈൻ h(at) ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? a ഡിവൈഡഡ് ബൈ s² മൈനസ് a². കോസ് h(at) ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? s ഡിവൈഡഡ് ബൈ s² മൈനസ് a². e⁻at ഇൻറ്റു കോസ് ωt ചെയ്തപ്പോൾ ഇത് നമ്മൾ ചെയ്തില്ല, നമ്മൾ ജസ്റ്റ് റിസൾട്ട് പഠിച്ചു വെച്ചാൽ മതി. s-a ഡിവൈഡഡ് ബൈ s-a ദ ഹോൾ സ്ക്വയർ പ്ലസ് ω² ആണ് കേട്ടോ. നമ്മളിനി പഠിക്കും, ഞങ്ങോട്ടുള്ള ക്ലാസ്സുകളിൽ പഠിക്കും കേട്ടോ അതിൻ്റെ ഡെറിവേഷൻ. e⁻at ഇൻറ്റു സൈൻ ωt അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ω ഡിവൈഡഡ് ബൈ s-a ദ ഹോൾ സ്ക്വയർ പ്ലസ് ω².
ഇത്രയും എലമെൻ്ററി ഫങ്ഷൻസിൻ്റെ എന്ത് പഠിച്ചു വെച്ചേക്കണം, ലാപ്ലേസ് ട്രാൻസ്ഫോം നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കണം, മസ്റ്റായിട്ട് നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കണം. ഡെറിവേഷൻ അഥവാ ചോദിക്കുകയാണെങ്കിൽ ഡിറൈവ് ചെയ്യാനും പഠിച്ചു വെച്ചേക്കുക. അതിനോടൊപ്പം തന്നെ ഇത്രയും ലാപ്ലേസ് ട്രാൻസ്ഫോംസ് നിങ്ങൾ ബൈ ഹാർട്ട് പഠിച്ചേ പറ്റത്തുള്ളൂ കേട്ടോ. ത്രൂ ഔട്ട് നമുക്ക് ആവശ്യമുള്ളതാണ് ഈ എലമെൻ്ററി ഫങ്ഷൻസിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ കുട്ടികളെ? അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് നെക്സ്റ്റ് ടോപ്പിക്കുമായിട്ട് വരുന്നതായിരിക്കും, ലീനിയാരിറ്റി പ്രോപ്പർട്ടി. ഓക്കെ, സോ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് വഴി ചോദിക്കാം, അല്ലെങ്കിൽ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ടും ചോദിക്കാവുന്നതാണ്. സോ മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.